നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ബ്രസീൽ സ്കോട്ട്ലൻഡിനെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തുമ്പോൾ എന്തൊരു പ്രകടനമാണ് വിനി ജൂനിയർ നടത്തിയിരിക്കുന്നത്. ഇരട്ട ഗോളുകൾ നേടിയ വിനി ജൂനിയർ കളിയിലുടനീളം ബ്രസീലിനായിട്ട് മിന്നിക്കത്തി കളിച്ചു. ഇതാ മൂന്നാം മത്സരത്തിലും, ഗ്രൂപ്പ് സ്റ്റേജിലെ 3-ാം മത്സരത്തിലും വിനി ജൂനിയർ തന്നെ പ്ലെയർ ഓഫ് ദി മാച്ച് ആവുന്നു. മൊറോക്കോക്കെതിരെ ആദ്യ കളിയിൽ അദ്ദേഹമായിരുന്നു ഫിഫ മാൻ ഓഫ് ദി മാച്ച് അല്ലെങ്കിൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം. ഹെയ്ത്തിക്കെതിരെ അദ്ദേഹത്തിനായിരുന്നു പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം. സ്കോട്ട്ലൻഡിനെതിരെയും അത് നേടുന്നു. ഗ്രൂപ്പ് സ്റ്റേജിലെ 3 കളികളിലും അവൻ ഗോൾ അടിക്കുന്നു. ഇത് മഹാരഥന്മാർക്കൊപ്പം അവൻ ഇടം പിടിച്ച നിമിഷമാണ്, ചരിത്രം കുറിച്ച നിമിഷമാണ്. 5ാമത്തെ ബ്രസീൽ പ്ലെയർ, അതായത് ഫിഫ വേൾഡ് കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജിലെ 3 കളികളിലും ഗോൾ അടിച്ച 5ാമത്തെ ബ്രസീലിയൻ താരം. ആദ്യം ജേഴ്സിഞ്ഞോ 1970 3 ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളിലും ഗോൾ അടിച്ചിരുന്നു. റൊമാരിയോ 1994 3 ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളിലും ഗോൾ അടിച്ചിരുന്നു. റൊണാൾഡോ ഫെനോമനോ 2002, റിവാൾഡോ 2002 3 ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളിലും ഗോൾ അടിച്ചിരുന്നു. ഇതാ വിനി ജൂനിയർ 2026 3 ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളിലും ഗോൾ അടിച്ചിരിക്കുന്നു. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ പറഞ്ഞില്ലേ ജേഴ്സിഞ്ഞോ 1970 ഗോൾ അടിച്ചു എന്ന്, അന്ന് ബ്രസീൽ കപ്പടിച്ചു. നമ്മൾ പറഞ്ഞില്ലേ റൊമാരിയോ 1994 ഗോൾ അടിച്ചു എന്ന്, അന്നും ബ്രസീൽ കപ്പടിച്ചു. നമ്മൾ പറഞ്ഞില്ലേ 2002 റൊണാൾഡോയും റിവാൾഡോയും ഗോളുകൾ അടിച്ചു എന്ന്, അന്നും ബ്രസീൽ കപ്പടിച്ചു. ഇതാ ഇനി വിനിയുടെ ഊഴമാണ്. ഇത്തവണയും ബ്രസീൽ കിരീടത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ ഫിഫ വേൾഡ് കപ്പിൽ വിനി ജൂനിയർക്ക് ബ്രസീലിൻ്റെ മഹാരഥന്മാരായ പല താരങ്ങൾക്കൊപ്പവും ഗോളുകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ബ്രസീലിൻ്റെ കളി അവസാനിച്ചപ്പോൾ തന്നെ, ഹെയ്ത്തിക്കെതിരെയുള്ള കളി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു റൊണാൾഡിനോയെയും കക്കയെയും ഒക്കെ വേൾഡ് കപ്പ് ഗോളിൽ വിനി മറികടന്നു കഴിഞ്ഞു എന്ന്. ഇപ്പോഴിതാ റൊമാരിയോ, സീക്കോ, ഗാരിഞ്ച ഇവർക്കൊക്കെ ഒപ്പം വിനി ജൂനിയർ വേൾഡ് കപ്പിൽ ഗോളിൻ്റെ കാര്യത്തിൽ എത്തിയിരിക്കുന്നു. 5 ഗോളുകളായി. കഴിഞ്ഞ വേൾഡ് കപ്പിലെ ഗോളും ഈ വേൾഡ് കപ്പിലെ ഗോളുകളുമായിട്ട് 5 ഗോളുകളായിട്ട് വിനി ജൂനിയർ ഇതാ അവർക്കൊപ്പം എത്തിയിരിക്കുന്നു. കഴിഞ്ഞില്ല. ഇനി നിങ്ങൾ കേൾക്കണം. വിനി ജൂനിയർ 1970 പെലെ, 1982 സീക്കോ, 1998 റൊണാൾഡോ, 2014 നെയ്മർ എന്നിവരൊക്കെ വേൾഡ് കപ്പുകളിൽ നേടിയ അത്രയും ഗോൾ ഇപ്പോഴേ ഈ വേൾഡ് കപ്പിലായി. 4 ഗോളുകൾ വീതമാണ് ആ വേൾഡ് കപ്പുകളിൽ അവർ നേടിയത്. അത്രയും ഗോളുകൾ ഓൾറെഡി ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ വിനിക്കായി. ഇനി അദ്ദേഹത്തിന് മറികടക്കേണ്ടത് 2002 റൊണാൾഡോയുടെ ഗോൾ ടാലിയാണ് 8 ഗോള്, 2002 റിവാൾഡോയുടെ ഗോൾ ടാലിയാണ് 7 ഗോള്, 1970 ജേഴ്സിഞ്ഞോയുടെ ഗോൾ ടാലിയാണ് 7 എണ്ണം, 1986 കരേക്ക, 1994 റൊമാരിയോ. സോ ബ്രസീലിന് വിനി ജൂനിയർ ഇതിഹാസങ്ങളുടെ നിരയിലേക്ക് കടന്നു പോകുന്ന കാഴ്ച കാണുമ്പോൾ സന്തോഷമാണ്. ആരാധകർക്ക് സന്തോഷമാണ്, ആഞ്ചലോട്ടിക്ക് സന്തോഷമാണ്. ഇനിയൊരു കാര്യം കൂടി പറയട്ടെ. കഴിഞ്ഞ വേൾഡ് കപ്പിലും ഈ വേൾഡ് കപ്പിലും ഒക്കെ ആയിട്ട് വിനി കളിക്കളത്തിലുള്ളപ്പോൾ ബ്രസീൽ അടിച്ച 13 ഗോളുകളിൽ 8 എണ്ണത്തിലും വിനിയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അതായത് 62% അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റോട് കൂടിയാണ് ബ്രസീൽ ഈ വേൾഡ് കപ്പുകളിൽ പ്രകടനം നടത്തിയിട്ടുള്ളത്, ഗോളുകൾ അടിച്ചിട്ടുള്ളത്. പിന്നീട് ഈ കളിയിലെ പ്രകടനം മാത്രം നമ്മൾ എടുത്ത് നോക്കിയാൽ അദ്ദേഹം 2 ഗോളുകൾ അടിച്ചു, 8 ഷോട്ടുകൾ തീർത്തു, അതിൽ 5 എണ്ണം ഓൺ ടാർഗറ്റ്, 2 കീ പാസുകൾ, 30 പാസുകൾ 25 എണ്ണം കംപ്ലീറ്റ് ചെയ്തു, 14 ഡ്യുവൽസിൽ 9 എണ്ണം വിൻ ചെയ്തു, 7 ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റ്സ് 5 എണ്ണം വിൻ ചെയ്തു, 9.3 സോഫാ സ്കോർ റേറ്റിംഗ്. വിനി പൊളിച്ചെടുക്കുകയല്ലേ, തീപ്പൊരിയല്ല തീക്കാറ്റായി മാറുകയല്ലേ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.